തകർന്നു കിടക്കുന്ന ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കയ്പമംഗലം ചളിങ്ങാട് മേഖലയിൽ ബുധനാഴ്ച ഹർത്താൽ ആചരിച്ചു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താൽ. സമരത്തിന്റെ ഭാഗമായി റോഡ് ഉപരോധവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. മാസങ്ങൾക്ക് മുമ്പ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡ് പൊളിച്ചെങ്കിലും പൈപ്പ് സ്ഥാപിച്ച ശേഷം റോഡ് വേണ്ടവിധത്തിൽ റീസ്റ്റോറേഷനോ ടാർ ചെയ്യുകയോ ചെയ്തിരുന്നില്ല. തുടർന്ന് മഴ ശക്തമായതോടെ റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും യാത്ര അതീവ ദുഷ്കരമാവുകയും ചെയ്തു. വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ഉൾപ്പെടെ പ്രദേശവാസികൾ ഏറെ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. റോഡ് ടാർ ചെയ്യുന്നതിനുള്ള കരാർ നൽകിയിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കരാറുകാരൻ ഇതുവരെ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. എംഎൽഎയും പഞ്ചായത്ത് അധികൃതരും പലതവണ ഇടപെട്ടിട്ടും കരാറുകാരന്റെയും ഉദ്യോഗസ്ഥരുടെയും നിസ്സഹകരണത്തെ തുടർന്നാണ് പ്രദേശവാസികൾ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരത്തിലേക്ക് കടന്നത്. ഇതിനു മുമ്പ് റോഡിലെ വെള്ളക്കെട്ടിൽ വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും വ്യത്യസ്ത പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ബുധനാഴ്ച ഹർത്താലും റോഡ് ഉപരോധവും നടത്തിയത്. സാധാരണ ഹർത്താലുകളോട് വിമുഖത പുലർത്തുന്ന ചളിങ്ങാട് നിവാസികൾ ഇത്തവണ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടകളടച്ചും പ്രതിഷേധത്തിൽ പങ്കാളികളായും രംഗത്തെത്തി. രാവിലെ ചളിങ്ങാട് പള്ളിവളവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാക്കാത്തിരുത്തി പള്ളിവളവ് ചുറ്റി ചളിങ്ങാട് സമാപിച്ചു. നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. മുഴുവൻ ജനപ്രതിനിധികളും മുഴുവൻ നാട്ടുകാരും പങ്കെടുക്കുന്ന പ്രതിഷേധ പ്രകടനം ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലൂടെ കടന്നു വരികയാണ്. കഴിഞ്ഞ മാസങ്ങളോളമായി കുടിവെള്ള പൈപ്പ് ലൈനിന്റെ പേര് പറഞ്ഞ് ജനങ്ങളുടെ യാത്രാമാർഗമായ ഈ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് തകർത്തുകൊണ്ടൊരു ഗ്രാമത്തെ മുഴുവൻ ദുരിതത്തിലാക്കിയ നടപടിക്കെതിരെ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ചളിങ്ങാട് ഗ്രാമം നിരവധി ശാരീരിക സാമ്പത്തിക നഷ്ടങ്ങൾ ഈ നാട് സഹിക്കുകയായിരുന്നു. തുടരുന്ന ഈ നാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് തകർത്തുകൊണ്ടൊരു ഗ്രാമത്തെ മുഴുവൻ ദുരിതത്തിലാക്കിയ നടപടിക്കെതിരെ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികളെ ഉത്തരവാദികളോർത്തോളൂ. ചളിങ്ങാടിൻ ശബ്ദം ഉയരട്ടെ, ചളിങ്ങാടിൻ ശബ്ദം ഉയരട്ടെ. കഴിഞ്ഞൊരു വർഷത്തോളമായി കുടിവെള്ള പൈപ്പ് ലൈനിന്റെ പേര് പറഞ്ഞ് പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന യാത്രാമാർഗമായ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ അനസ് അബൂബക്കർ, ഹുസൈൻ ബുറാഖ്, PA നസീർ, നാസർ ചളിങ്ങാട്, PA അബൂബക്കർ, ഷിയാസ് വനിത, ഇസാഖ് പൊന്നാത്ത്, TA അഹമ്മദ്, മഹല്ല് സെക്രട്ടറി PA മുഹമ്മദ്, മദ്രസ സെക്രട്ടറി നൌഷാദ് തിണ്ടിക്കൽ, ജനപ്രതിനിധികളായ ഫാത്തിമ അനസ്, PM സൈനുദ്ദീൻ, അൻസമോൾ, സന്ധ്യ രവീന്ദ്രൻ, രശ്മി ശ്രീജിത്ത്, സീന ഇസ്മായിൽ, നഹിദ സലീം, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PL പോൾസൺ, നൌഷാദ് കില്ലാടി, PM ഷംസുദ്ദീൻ, ഷാജി ഒറ്റത്തൈ തുടങ്ങിയവർ സംസാരിച്ചു. നല്ലത് പ്രത്യേകിച്ച് ഇതിന്റെ കരാറുകാരൻ
ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് കണ്ടത്. അദ്ദേഹം ഒരു ജനപ്രതിനിധികളെയും വിലവെക്കില്ല. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ വിളിച്ചാ വരില്ല. അവര് വിളിച്ച് ഇന്ന സമയത്ത് ഇവിടെ എത്തണമെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തേണ്ട ഉത്തരവാദിത്തമുള്ള കോൺട്രാക്ടർ അവർ വിളിച്ചാൽ വരില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട MLA പല സമയത്തും ഈ വിഷയം പരിഹരിക്കുന്നതിന് ഇടപെട്ടതാണ്. പക്ഷേ ഇന്നലെ വരെ മുൻകൂട്ടി നിശ്ചയിച്ച യോഗമായിട്ട് വരെ അതിന്റെ കോൺട്രാക്ടർ പങ്കെടുത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു കാര്യം വാക്ക് തരുന്നു, ഈ കോൺട്രാക്ടർ അറിയാൻ വേണ്ടി തന്നെ വാക്ക് തരുന്നു, ഈ ചെളിങ്ങാട് ഈ കോൺട്രാക്ടറെ ഞങ്ങൾ കൊണ്ടുവരും. ഈ പൈപ്പ് ലൈൻ ഇട്ടത് മുതൽ നമ്മൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഈ നല്ല രീതിയിൽ നീങ്ങിയിരുന്ന റോഡ് ഈ പൈപ്പ് ലൈനിന്റെ ഭാഗമായിട്ട് നേരത്തെ പോൾസൈഡ് പറഞ്ഞ മാതിരി തന്നെ എന്റെ ജോയിന്റുകളൊക്കെ പൊട്ടിയിട്ട് നിരന്തരം ഇന്നിവിടെ ജോയിന്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നാളെ അപ്പുറത്ത് പൊട്ടും, അതിന്റെ അപ്പുറത്ത് അത് ശരിയാക്കിയാൽ എന്റെ അപ്പുറത്ത് പൊട്ടും. അപ്പൊ നിരന്തരമായി നമ്മൾ ഈ ദുരിതം വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകണം, അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ ആവശ്യപ്പെടുന്നത്. നാട് വളർന്നു ഈ ഒരു സമയത്ത് എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള കാലഘട്ടം. ഈ റോഡ് പൊളിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മെഷീൻ കട്ട് ചെയ്തിട്ട് വേണം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് JCB വെച്ച് മാന്തി പൊളിച്ചിട്ടാണ് ഈ റോഡ് ഈ ഒരു കോലത്തിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പൊളിച്ച ചില സ്ഥലങ്ങളിൽ നമ്മളുടെ റോഡ് ടാർ ചെയ്തിട്ടുള്ളത്, അതിന്റെ കോലം കണ്ടു കഴിഞ്ഞാൽ എത്രയോ കുട്ടികൾ, എത്രയോ ആൾക്കാർ അതിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നു. 6-7 മാസങ്ങളോളമായി നമ്മുടെ ഈ പ്രദേശത്തെ റോഡിന്റെ ശോചനീയ അവസ്ഥ. ഏകദേശം 500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹിദായത്തുൽ ഇസ്ലാം മദ്രസയും അതിനോട് ചേർന്ന് കിടക്കുന്ന GMLP സ്കൂളിലും ഒട്ടനവധി കുട്ടികളാണ് എല്ലാ ദിവസങ്ങളിലും സൈക്കിളിലായിട്ടും നടന്നും ഈ വഴിയെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രഷർ ടെസ്റ്റ് നടത്താതെ ആവശ്യമായ രീതിയിലുള്ള ഉദ്യോഗസ്ഥർ നടത്താത്തതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് പിന്നീട് ഈ ഇത്തരം പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന ഇതിൽ ഓരോരുത്തരും കഴിഞ്ഞ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കിഫ്ബി കേരളത്തിൽ 72 പദ്ധതികൾ വാട്ടർ അതോറിറ്റി ചെലവ് ചെയ്യുന്നുണ്ട്. 72 പദ്ധതികൾ. ഈ 72 പദ്ധതികൾക്കായിട്ട് 4,498 കോടി രൂപ കിഫ്ബി അനുവദിച്ചതാണ്. അതിലൊരു പദ്ധതിയാണ് ഈ പദ്ധതി. ഇതൊരു ചെറിയ പദ്ധതിയല്ല, കോടിക്കണക്കിന് രൂപ കിഫ്ബി അനുവദിച്ചതാണ്. സാമ്പത്തികം ഈ പദ്ധതിയെ സംബന്ധിച്ചൊരു വിഷയമില്ല. ഒക്കെ മൂടി കുടുംബത്തിരിക്കുന്നു. ആ ഒരു ധാരണ ഒരു ഉദ്യോഗസ്ഥനും വേണ്ട. ഇത് തുടർന്ന് ഉണ്ടായിരിക്കും. ഇതിന്റെ രീതികളും സ്വഭാവങ്ങളും മാറും. അപ്പൊ നിങ്ങൾ സ്വയം ഇവിടെ എത്തിച്ചേരും.